ഹലോ നമസ്കാരം. എൻട്രിയുടെ കേട്ടറ്റ് യോധ 1.0 ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. കേട്ടറ്റ് എന്ന് പറയുന്നത് ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു കോഴ്സാണ്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് അതിന് ഏറ്റവും അത്യാവശ്യം. നമുക്ക് സമയം കളയാതെ തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 4 വേര് പടലമുള്ള സസ്യം ഏതാണ്? ഓപ്ഷൻ എ മാവ്, ഓപ്ഷൻ ബി തേക്ക്, ഓപ്ഷൻ സി തുളസി, ഓപ്ഷൻ ഡി കവുങ്ങ്. എന്താണ് ഈ 4 വേര് പടലം? സാധാരണയായ സസ്യങ്ങളിൽ 2 തരത്തിലുള്ള വേരുപടലങ്ങളാണ് കാണുന്നത്. ഒന്ന് തായ്വേര് പടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം. രണ്ടാമത്തത് നാരുവേര് പടലം അഥവാ ഫൈബറസ് റൂട്ട് സിസ്റ്റം. ബീജമൂലം, ബീജശീർഷം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ബീജമൂലത്തിൽ നിന്നാണ് വേരുകൾ ഉണ്ടാവുന്നത്, ബീജശീർഷത്തിൽ നിന്നാണ് കാണ്ഡമുണ്ടാവുന്നത്. അപ്പൊ ബീജമൂലത്തിൽ നിന്നുണ്ടാകുന്ന 2 തരത്തിലുള്ള വേരുപടലങ്ങളാണ്, ഒന്ന് തായ്വേര് പടലവും ഒന്ന് നാരുവേര് പടലവും. എന്താണ് ഈ തായ്വേര് പടലം? തായ്വേര് പടലം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടൊരു തായ്വേരുണ്ടായിരിക്കും അഥവാ ടാപ്പ് റൂട്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വരുന്ന ശാഖകളായ ലാറ്ററൽ റൂട്ട്സ് അല്ലെങ്കിൽ ഉപശാഖകൾ അതിനകത്തുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു വേര് പടലത്തിനെയാണ് തായ്വേര് പടലം എന്ന് പറയുന്നത്. അപ്പൊ ഫൈബറസ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നാരുവേര് പടലം എന്തായിരിക്കും? നാരുവേര് പടലം എന്ന് പറഞ്ഞാൽ ബീജമൂലത്തിന്റെ വളർച്ച ഒരു പ്രത്യേക കഴിയുമ്പോൾ അത് നിൽക്കുകയും അതിനുശേഷം അതിലുണ്ടാവുന്ന നാരുകളെല്ലാം തന്നെ നാര് പോലെയുള്ള, അതിലുണ്ടാകുന്ന വേരുകളെല്ലാം തന്നെ നാര് പോലെയുള്ളവയായിരിക്കും. അപ്പൊ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കുറേ നാരുകൾ ഒന്നിച്ചു ചേർന്ന പോലെയുള്ള, വളരെ തിന്നായിട്ടുള്ള നാരുകൾ ഒന്നിച്ചു ചേർന്ന പോലെയുള്ള ഒരു വേര് പടല വ്യവസ്ഥയാണ് നാരുവേര് പടലം. അതിൽ തായ്വേര് പടലത്തിന് വ്യത്യസ്തമായി തായ്വേര് പടലത്തിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഉണ്ടായിരിക്കും. പക്ഷെ നാരുവേര് പടലത്തിൽ എല്ലാ വേരുകൾക്കും ഏകദേശം ഒരേ വലിപ്പം തന്നെയായിരിക്കും. ഇത് എവിടെയാണ് കണ്ടുവരുന്നതെന്ന് അറിയാമോ? ഇത് കണ്ടുവരുന്നത് തായ്വേര് പടലം സാധാരണയായി കണ്ടുവരുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിലാണ്. ദ്വിബീജപത്ര സസ്യങ്ങളിലാണ്. അതേസമയം നാരുവേര് പടലം കണ്ടുവരുന്നത് ഏകബീജപത്ര സസ്യങ്ങളിലാണ്. ഇനി നമുക്ക് വേര് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. ഏതാണ് ദ്വിബീജം ഏതാണ് വേര്, നമുക്ക് വേര് പറിച്ചു നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമല്ലേ. അപ്പം അതിന് മറ്റൊരു വഴിയുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദ്വിബീജപത്ര സസ്യങ്ങളിലാണ് തായ്വേര് പടലം കാണുന്നത്, ഏകബീജപത്ര സസ്യങ്ങളിലാണ് നാരുവേര് പടലം കാണുന്നത്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വീനേഷൻ അഥവാ സിരാവിന്യാസം നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഈ സിരാവിന്യാസം? ഇലകളിൽ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് സിരാവിന്യാസം എന്ന് പറയുന്നത്. സാധാരണയായി 2 തരം ഇലകളാണ് കാണുന്നത്. ഒരു ഇല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇലകളായിരിക്കും. ഒരു മെയിൻ ആയിട്ടുള്ള വെയിൻ ഉണ്ടാവും, അതിൽ നിന്ന് ചെറിയ സബ് വെയിൻ ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവും. ഈ ഇത്തരത്തിലുള്ള സിരാവിന്യാസത്തെയാണ് ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ജാലികാ സിരാവിന്യാസം സിരകളുടെ അറേഞ്ച്മെന്റ് ആണ്, ഇലകളിലെ സിരകളുടെ അറേഞ്ച്മെന്റ് ആണ് സിരാവിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു വിന്യാസം ഏതാണ്? മറ്റൊരു വിന്യാസമാണ് സമാന്തര സിരാവിന്യാസം. ഇതാണ് സമാന്തര സിരാവിന്യാസം. വേരുകളുടെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം എന്തായിരിക്കും? ഇലകൾ കണ്ടുപിടിക്കാനായിരിക്കും അല്ലേ. അപ്പൊ ജാലികാ സിരാവിന്യാസം കാണുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിലും സമാന്തര സിരാവിന്യാസം കാണുന്നത് ഏകബീജപത്ര സസ്യങ്ങളിലും ആയിരിക്കും. അപ്പൊ ഓർക്കുക, ജാലികാ സിരാവിന്യാസവും തായ്വേര് പടലവും കാണുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിലും നാരുവേര് പടലവും സമാന്തര സിരാവിന്യാസം കാണുന്നത് ഏകബീജപത്ര സസ്യങ്ങളിലുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇലകളാണ് ജാലികാ സിരാവിന്യാസം, ഇങ്ങനെയുള്ള ഇലകളാണ് സമാന്തര സിരാവിന്യാസം. ഇപ്പൊ ചോദ്യം കുറച്ചുകൂടി എളുപ്പമായെന്ന് വിചാരിക്കുന്നു. നോക്കുക, താഴെ പറയുന്നവയിൽ നാരുവേര് പടലമുള്ള സസ്യം ഏതാണ്? മാവ് നമുക്കറിയാം എങ്ങനത്തെ ഇലയാണ്, ഇങ്ങനത്തെ ഇലയാണ് അല്ലെ. അപ്പൊ അത് ദ്വിബീജപത്ര സസ്യമാണ്, അതിൽ നാരുവേര് പടലമല്ല. അപ്പൊ മാവല്ല. അടുത്ത തേക്കിന്റെ ഇല എങ്ങനെയാണ്? തേക്കിന്റെ ഇലയിലും സിരാവിന്യാസം ഇങ്ങനെയാണ്. അപ്പൊ അതിലും എന്തായിരിക്കും വേര്? അതിലും വേരെന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നാരുവേര് സിസ്റ്റം ആയിരിക്കും. അപ്പൊ അതും അല്ല.
തുളസി. തുളസിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഇലയാണ് അല്ലേ? തുളസിയില എങ്ങനെയായിരിക്കും? അതും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലും എന്താണ്? ജാലികാ ശിരാവിന്യാസമാണ്, സമാന്തര ശിരാവിന്യാസം അല്ല. അപ്പൊ അതും എന്താണ്? ദ്വിബീജപത്ര സസ്യമാണ്. അപ്പൊ അതും അല്ല. പിന്നെ ഏതാ ബാക്കിയുള്ളത്? കവുങ്ങ് അല്ലെ? കവുങ്ങിൽ കാണുന്നത് സമാന്തര ശിരാവിന്യാസവും നാരുവേര് പടലവുമാണ്. എന്താ ചോദ്യം? താഴെ പറയുന്നവയിൽ നാരുവേര് പടലമുള്ള സസ്യം ഏതാണ്? ഉത്തരം എന്താണ്? കവുങ്ങ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ദ്വിബീജപത്ര സസ്യങ്ങളിൽ ജാലികാശിരാവിന്യാസവും തായ്വേര് പടലവുമാണ് കാണുന്നത്. ഏകബീജപത്ര സസ്യങ്ങളിൽ നാരുവേര് പടലവും സമാന്തര ശിരാവിന്യാസവുമാണ് കാണുന്നത്. അപ്പൊ ഇല നോക്കിയാൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്. ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടമേത്? എ പെരുമ്പാമ്പ്, അണലി, മൂർഖൻ. ബി മൂർഖൻ, വില്ലൂന്നി, വെള്ളിവരയൻ. സി അണലി, വില്ലൂന്നി, പെരുമ്പാമ്പ്. ഡി പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം, ഒരു ഇതാണ്, വിഷമുള്ള പാമ്പുകളാണ് അണലിയും മൂർഖനും എന്നല്ലേ? അപ്പൊ എല്ലാവർക്കും അറിയാം അണലിക്ക് വിഷമുണ്ട്, മൂർഖന് വിഷമുണ്ട്. ഇവിടെ ഓപ്ഷൻ എ നോക്കിയാൽ നമുക്കറിയാം പെരുമ്പാമ്പ്, അണലി, മൂർഖൻ. അപ്പൊ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇതല്ല ഉത്തരം. നമുക്ക് ശരിക്കും ഉത്തരം അറിയില്ല എന്ന് തന്നെ വിചാരിച്ചു. ഇതിൽ ഏതൊക്കെയാണ് വിഷമുള്ള പാമ്പ്, ഏതൊക്കെയാണ് വിഷമില്ലാത്ത പാമ്പ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം മൂർഖനും അണലിയും വിഷമുള്ളതാണ്. അപ്പോൾ മൂർഖനെ, ഇവിടെ മൂർഖനും അണലിയും ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കളയാം. അതല്ല ഉത്തരം. രണ്ടാമത്തെയോ? രണ്ടാമത്തേലും മൂർഖനുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കളയാം. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ അണലി, വില്ലൂന്നി, പെരുമ്പാമ്പ്. അണലി, വില്ലൂന്നി, പെരുമ്പാമ്പ്. അണലിക്ക് വിഷമുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ അണലിക്ക് വിഷമുണ്ട്, ഇവിടെ മൂർഖന് വിഷമുണ്ട്, ഇവിടെ അണലിക്ക് മൂർഖന് വിഷമുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ അണലി വരുന്നതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ശരിയായ ഉത്തരം അറിയില്ലെങ്കിലും നമുക്ക് ഏതൊക്കെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതെന്നറിയാം. ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ ആരാ ഉള്ള ബാക്കി? നാലാമത്തെ ഉത്തരം അല്ലേ? ഓപ്ഷൻ ഡി പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ. വില്ല് പോലെ ഊന്നി നിൽക്കുന്നത് കൊണ്ടാണ് വില്ലൂന്നി എന്ന പേര് വന്നത്. അതുപോലെ തന്നെ വെള്ളിവരയൻ എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പാമ്പാണ്. അത് ശംഖുവരയനുമായിട്ട് വളരെ സാമ്യമുള്ളതുകൊണ്ട് ആളുകൾ ശംഖുവരയനാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. ശംഖുവരയൻ വിഷമുള്ള പാമ്പും വെള്ളിവരയൻ വിഷമില്ലാത്ത പാമ്പുമാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടം ഏതാണ്? പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ. അടുത്ത ചോദ്യം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകം ഏത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകം ഏത്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി മാംസ്യം, ഓപ്ഷൻ സി സെല്ലുലോസ്, ഓപ്ഷൻ ഡി ഗ്ലൈക്കോജൻ. നമുക്കറിയാം ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. ഇതിനകത്ത് ധാന്യങ്ങൾ ഏതൊക്കെയാണ്? ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ധാന്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പോൾ ധാന്യങ്ങളുടെ ഏറ്റവും ചെറിയ രൂപമാണ് ഗ്ലൂക്കോസ് അറിയാം. അപ്പൊ ഗ്ലൂക്കോസിനകത്ത് ധാന്യമാണ്, അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ളൂ. അപ്പൊ ഗ്ലൂക്കോസ് അല്ല ഉത്തരം. അതുപോലെ തന്നെ അധികം വരുന്ന ശരീരത്തിൽ അധികം വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ടാണ് സംഭരിച്ചു വെക്കാറ്. ഗ്ലൈക്കോജൻ ആയിട്ട്. അപ്പൊ ഗ്ലൂക്കോസിനെ എന്തായിട്ടാണ് മാറ്റുന്നത്? ഗ്ലൈക്കോജൻ ആയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അതും അല്ല. ഇനി അടുത്ത സെല്ലുലോസ്. സെല്ലോസ് എന്ന് പറയുന്നതും ഒരു ധാന്യകമാണ്. സെല്ലോസ് കണ്ടുപിടിച്ചത് പേൻ ആണ്. PAYEN പേൻ ആണ് സെല്ലോസ് കണ്ടുപിടിച്ചത്. അപ്പൊ സെല്ലുലോസും ഒരു ധാന്യകമാണ്. അപ്പൊ അതും അല്ല. അപ്പൊ ധാന്യങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണുള്ളത്. ഇവിടെ നൈട്രജന്റെ കാര്യമില്ല. അപ്പൊ ഇത് മൂന്നും അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഉത്തരം ഏതായിരിക്കും? മാംസ്യമായിരിക്കും ഉത്തരം. അപ്പൊ ഇനി മാംസ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ മാംസ്യം എന്ന് പറഞ്ഞാൽ? മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. പ്രോട്ടീൻ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ അമ്ലങ്ങൾ കൊണ്ടാണ്. അമിനോ അമ്ലങ്ങൾ കൊണ്ടാണ്. അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡിലെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്
ഒരു സൈഡിൽ അമിനോ ഗ്രൂപ്പും മറ്റൊരു സൈഡിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുമാണ്. നമുക്ക് റഫായിട്ട് എഴുതുകയാണെങ്കിൽ R എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ COOH ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഇതാണ് അമിനോ ഗ്രൂപ്പ്. ഇതാണ് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. അവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അല്ലെ, എല്ലാവരും ഉണ്ട്. ഇനി ഈ അമിനോ ആസിഡിൽ നിന്ന് അല്ലെങ്കിൽ അമിനോ അമ്ലത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇവിടെ NH2 തന്നെയല്ല എഴുതിയിരിക്കുന്നത്, കുറച്ചുകൂടി സൗകര്യത്തിന് HNH എഴുതിയിട്ടുണ്ട്. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇത് COOH. ഇതിന്റെ കൂടെ ഒരു അമിനോ ആസിഡ് കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഒരു അമിനോ ആസിഡ് കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിനകത്ത് OHും ഇതിനകത്ത് Hും കൂടെ ആകുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ ആവും, അല്ലേ? ആ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് CONH ആണ്. ഇത് H ആണ്, CONH ആണ്. ഈ CONH ബോണ്ടിനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. രണ്ട് അമിനോ ആസിഡുകൾ ചേരുമ്പോൾ അതിനിടയിൽ ഉണ്ടാവുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. 3 അമിനോ ആസിഡ് ആകുമ്പോൾ 2 പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. 10 അമിനോ ആസിഡ് ആകുമ്പോൾ 9 പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ടുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ അതിനെ പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കും. പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ആണ്. അപ്പോൾ മാംസ്യത്തിനെ കുറിച്ചുള്ള ഏകദേശ രൂപമൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം, മാംസ്യം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകമാണ് മാംസ്യം. മാംസ്യം നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അമിനോ ആസിഡുകൾ ഒരു സൈഡിൽ അമിനോ ഗ്രൂപ്പും ഒരു സൈഡിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുമാണ് കാണുന്നത്. 2 അമിനോ ആസിഡുകൾക്കിടയിലുള്ള ബന്ധനം എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. കുറേ പെപ്റ്റൈഡ് ബോണ്ട് ഒന്നിച്ചു ചേരുമ്പോഴാണ് അത് പോളിപെപ്റ്റൈഡായി മാറുന്നത്. മാംസ്യം എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഏത്? A നെപ്റ്റ്യൂൺ, B ശനി, C വ്യാഴം, D ശുക്രൻ. ഇതിൽ ഏതാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എപ്പോഴും ദൂരെയുള്ളതായിരിക്കും, അല്ലേ? അപ്പോൾ നെപ്റ്റ്യൂണും യുറാനസും പ്ലൂട്ടോ ഉണ്ടാകുന്ന സമയത്ത് പ്ലൂട്ടോയും ഇവർ 3 ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ ആയതുകൊണ്ട് ഇവർ 3 പേരെയും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ നെപ്റ്റ്യൂൺ, യുറാനസ്, പ്ലൂട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അവർ 3 പേരുടെയും പേര് എഴുതായിരുന്നു. ഒന്നുകൂടെ നോക്കിയ ഓപ്ഷൻ നെപ്റ്റ്യൂൺ, ശനി, വ്യാഴം, ശുക്രൻ. അപ്പൊ ആര് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റാത്ത ആളുടെ കൂട്ടത്തില്? നെപ്റ്റ്യൂൺ. അപ്പൊ താഴെ പറയുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് നെപ്റ്റ്യൂൺ ആണ്. കാരണം അത് ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ. ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, നെപ്റ്റ്യൂൺ. അടുത്ത ചോദ്യം, ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ച സർബതി സൊണോറ എന്നത് ഏത് വിളയിനമാണ്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി ഗോതമ്പ്, ഓപ്ഷൻ സി ചോളം, ഓപ്ഷൻ ഡി റബ്ബർ. ആരാണ് ഡോക്ടർ MS സ്വാമിനാഥൻ? ഡോക്ടർ MS സ്വാമിനാഥനാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമാൻ ഇ ബോർലോഗ് ആണ്. നോർമാൻ ഇ ബോർലോഗ്. നമ്മുടെ സാംബശിവനെ മറക്കാം. നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനാണ് ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ സർബതി സൊണോറ എന്ന് പറയുന്നത് ഗോതമ്പിനമാണ്. മെക്സിക്കൻ ഡ്വാർഫ് വെറൈറ്റിയിൽ നിന്ന് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് സർബതി സൊണോറ. അപ്പൊ സർബതി സൊണോറ എന്ന് പറയുന്നത് ഗോതമ്പ് ഇനമാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ച സർബതി സൊണോറ ഏത് വിള ഇനമാണ്? ഗോതമ്പ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഖരാവസ്ഥയിലുള്ള ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഉത്പാദനം, ഓപ്ഷൻ ബി ദ്രവീകരണം, ഓപ്ഷൻ സി ബാഷ്പീകരണം, ഓപ്ഷൻ ഡി ഘനീഭവിക്കൽ. നമുക്കറിയാം ഖരം, വാതകം, ദ്രാവകം. ഒരു ഐസ് കട്ടയാണെങ്കിൽ ഐസ് കട്ട
തണുത്ത് ലൈസായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറും, വെള്ളം ചൂടായി കഴിഞ്ഞാൽ നീരാവിയായിട്ട് മാറും അല്ലെ. ഖരം, ദ്രാവകം, വാതകം അങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. ഖരത്തിൽ നിന്ന് ദ്രാവകത്തിലേക്കും ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്കും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയുള്ള ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ വാതകാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത്തെ അവസ്ഥയായ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ വാതകാവസ്ഥയിലേക്ക് പോകുന്നത് ഏതാണ്? നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ നാഫ്തലിൻ ബോൾസ് അല്ലെങ്കിൽ പാറ്റ ഗുളിക എന്ന് പറയും അല്ലേ. ഈ പാറ്റ ഗുളികയൊക്കെ എവിടെയെങ്കിലും കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. പാറ്റ ഗുളികയൊക്കെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ കാണാതാവും. അവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല, ദ്രാവക രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ടാവില്ല, അതൊക്കെ വാതകമായിട്ട് ഉണ്ടാവും. മറ്റൊന്നാണ് കർപ്പൂരം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ വാതകാവസ്ഥയിലേക്ക് പോകുന്ന സാധനങ്ങളാണ്. അമോണിയം ക്ലോറൈഡ് മറ്റൊരു ഉദാഹരണമാണ്. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ വാതകാവസ്ഥയിലേക്ക് പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. സബ്ലിമേഷൻ. അപ്പൊ ഈ താഴെ പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാ? ദ്രവീകരണം. ദ്രവീകരണം എന്ന് പറഞ്ഞാൽ ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയക്കാണ് ദ്രവീകരണം എന്നുള്ളത്. ദ്രവീകരണം, ദ്രാവകം എന്നോർക്കുക. ദ്രവീകരണം, ദ്രാവകം, ദ്രാവകമായി മാറുന്നു. എന്താണ് ദ്രാവകമായി മാറുക? ഖരമാണ് ദ്രാവകമായി മാറുന്നത്. ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ദ്രവീകരണം. ബാഷ്പീകരണം, ബാഷ്പമായി മാറുന്നു. ബാഷ്പം എന്ന് പറഞ്ഞാൽ നീരാവി അല്ലെ. അപ്പൊ ആവി അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ദ്രാവകം വാതകമായി മാറുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബാഷ്പീകരണം. ദ്രവീകരണം ദ്രാവകമായി മാറുന്നത്, ബാഷ്പീകരണം ബാഷ്പമായി മാറുന്നത്, ഘനീഭവിക്കൽ വാതകം ദ്രാവകമായി മാറുന്ന ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഘനീഭവിക്കൽ. അപ്പൊ ഇതെല്ലാം എന്താന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഖരാവസ്ഥയിൽ നിന്ന് ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ വാതകാവസ്ഥയിലേക്ക് നേരിട്ട് മാറുന്നു. ഉള്ള ഉദാഹരണങ്ങളാണ് നാഫ്തലിൻ ബോൾസ് അല്ലെങ്കിൽ പാറ്റ ഗുളിക, അതുപോലെ തന്നെ കർപ്പൂരം. അത് രണ്ടും ഓർത്തു വയ്ക്കുക. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഇവിടെ? ഓപ്ഷൻ എ, ഉത്പതനം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? എ PSLV, ബി SLV3, SSLV, LVM3. കേട്ടറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഒരു കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സാധാരണ 30 മാർക്കുള്ള ചോദ്യങ്ങളാണ് വരിക. അതിൽ 20 മാർക്ക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷനകത്ത് 10 ക്വസ്റ്റ്യനും മറ്റൊരു സെഷനകത്ത് 10 ക്വസ്റ്റ്യനും ആയിട്ടായിരിക്കും ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് മിഷൻ ടു മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. മിഷൻ ടു മൂൺ 2023 ജൂലൈ 14 ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കപ്പെട്ടത്. ഇത് വിക്ഷേപിക്കപ്പെട്ടത് ഇതിൽ നിന്നാണ്? LVM3 മിഷൻ ടു മൂൺ എന്നാണ് അതിന്റെ പേര്. ചന്ദ്രയാൻ 3 അഥവാ മിഷൻ ടു മൂൺ. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ആണ് LVM3. ഓർക്കുക, ഡേറ്റ് മറക്കരുത്. 2023 ജൂലൈ 14. എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, LVM3. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, മണിപ്പൂരിന്റെ തലസ്ഥാനം ഏത്? എ ഇംഫാൽ, ബി കൊഹിമ, ഡി ഡിസ്പൂർ, സി ഡിസ്പൂർ, ഡി ഇറ്റാനഗർ. ഏതാണ് മണിപ്പൂരിന്റെ തലസ്ഥാനം? തലസ്ഥാനങ്ങളൊക്കെ പഠിക്കുക. തലസ്ഥാനങ്ങളൊക്കെ പഠിച്ച് എല്ലാം മനസ്സിലാക്കി വെക്കുക. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാൽ ആണോ, കൊഹിമയാണോ, ഡിസ്പൂർ ആണോ, ഇറ്റാനഗർ ആണോ? ഏതാണ്? ഇംഫാൽ ആണ് മണിപ്പൂരിന്റെ തലസ്ഥാനം. കൊഹിമ ഏതിന്റെ തലസ്ഥാനമാണ്? നാഗാലാൻഡ് തലസ്ഥാനമാണ് കൊഹിമ.
ദിസ്പൂർ എന്ന് പറയുന്നത് ആസാമിന്റെ തലസ്ഥാനമാണ്. ഇറ്റാനഗർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഏതാണ്? ഇംഫാലാണ് മണിപ്പൂരിന്റെ തലസ്ഥാനം, കൊഹിമ നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ്, ദിസ്പൂർ ആസാമിന്റെ തലസ്ഥാനമാണ്, ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന പ്രതിഭാസം ഏത്? എ ആഗോളതാപനം, ബി ഹരിതഗൃഹ പ്രഭാവം, സി ആഗോള തിളയ്ക്കൽ, ഡി ന്യൂക്ലിയർ ഫിഷൻ. ഏതാണ്? ഭൂമി തണുത്തുറഞ്ഞ് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കണ്ടീഷൻസ് നിലനിർത്താൻ പറ്റാതെ വരുന്നൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗൃഹ പ്രഭാവമാണ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന പ്രതിഭാസം. അത് ഒരുപാട് കൂടുമ്പോഴാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത്. അത് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ താപനില ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ തണുത്തുറഞ്ഞു പോകും ഭൂമി. തണുത്തുറഞ്ഞു പോയാൽ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പൊള്ളലേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കൽ, ബി പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പാക്ക് വെക്കൽ, സി പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യൽ, ഡി പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടൽ. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. നമുക്ക് നോക്കാം പൊള്ളലേറ്റ എന്താ ചെയ്യേണ്ടത്. പൊള്ളലേറ്റ ഭാഗത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടൂത്ത് പേസ്റ്റ് പുരട്ടാം, അല്ലെങ്കിൽ കുറേ തേനെടുത്ത് പുരട്ടും. അപ്പോൾ ടൂത്ത് പേസ്റ്റ് പുരട്ടിയോ തേനെടുത്ത് പുരട്ടിയോ ഒന്നും ചെയ്യാതെ ഐസ് പാക്ക് വെക്കുകയോ ഒന്നും ചെയ്യരുത് പൊള്ളലേറ്റ ഭാഗത്ത്. അത് കൂടുതൽ ആപത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അപ്പോൾ പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പാക്ക് വെക്കരുത്, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടരുത്, പൊള്ളലേറ്റ ഭാഗത്ത് തേൻ തേക്കരുത്. ഇനി പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യൽ നല്ലതാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യലോ ആഭരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ബലമായിട്ട് വലിച്ചൂരിയെടുക്കുകയോ അപ്പോൾ അത് പൊള്ളിയ ഭാഗത്തും കൂടെ അടർന്നു വരാനാണ് അത് സഹായകമാകുക. അല്ലാതെ തീർച്ചയായിട്ടും അതിനെ ശമിപ്പിക്കാൻ അത് സഹായകമാവില്ല, അത് പ്രഥമ ശുശ്രൂഷ ആവുകയില്ല. അപ്പോൾ പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണിയോ ആഭരണങ്ങളോ ഒന്നും നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. പൊള്ളിയ ഭാഗത്ത് ഐസ് പാക്ക് വെക്കാനോ പൊള്ളിയ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടാനോ തേൻ പുരട്ടാനോ ഒന്നും ശ്രമിക്കരുത്. പൊള്ളിയ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കലാണ് പൊള്ളലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പം നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സയൻസ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ EVS ബേസ്ഡ് ആയിട്ട് 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ്, ഡിസീസ്, വൈറ്റമിൻസ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള PYQ ആണ് ഡിസ്കസ് ചെയ്തത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.